ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറേ നാളായില്ലേ നമ്മൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഞാൻ ഇന്ന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ കേക്ക് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്ന കേക്കാണെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ പിള്ളേരെയൊക്കെ കിഡിലനായിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് വെച്ചിട്ട് നമുക്ക് കാർ കേക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആൺകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കാർ കേക്ക്. എൻ്റെ കൊച്ചിനാണെങ്കിൽ നല്ല ഇഷ്ടമുള്ള കേക്കാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് ഈ കാർ കേക്ക് ഉണ്ടാക്കിയത്. അവന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവരും ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കാർ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അതേ സൈസിൽ തന്നെ ഇപ്പുറവും കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഇത് കാറിൻ്റെ ടോപ്പ് പോർഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത രണ്ട് പോർഷനും കൂടി നമ്മൾ സ്ക്വയർ പോർഷൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഡിക്കിയുടെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് സ്ലാൻഡ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. അത് വലിയ ഡിക്കി വേണമെങ്കിൽ കൂടുതൽ സ്ലാൻഡ് ചെയ്തെടുക്കാം. ഞാനിതൊരു ചെറിയൊരു ഡിക്കി ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെയും നമ്മുടെ ആ ബോണറ്റിൻ്റെ പോർഷൻ ഒന്ന് സ്ലാൻഡ് ചെയ്ത് വെറുതെ ഒന്ന് സ്ലാൻഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിനുശേഷം അതിൻ്റെ ടോപ്പ് ലെവൽ രണ്ടും ഒരേ ലെവലിലല്ലെങ്കിൽ ഒന്ന് ലെവലാക്കാം. ഒരേ ലെവലിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് ഒരേ ലെവലിലല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് സെയിം ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് കാറിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ലൈറ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാറിൻ്റെ പണി കഴിഞ്ഞു. കാറിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ ഷേപ്പിൽ ഐസിങ് ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള പോർഷൻസൊക്കെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. വലിയ ബേസ് പോർഷൻ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്കിതൊരു ഐസിങ് ചെയ്യൽ പരിപാടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഐസിങ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്യുന്നതിനായിട്ട് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് കോഫി സിറപ്പും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നവർക്ക് അങ്ങനെ ഇടാം. ഞാനിവിടെ ചോക്ലേറ്റ് ഗണേഷാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി വെച്ച് നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു തിൻ കോട്ടിങ് മാത്രമാണ് കൊടുക്കുന്നത്. അത് അത്യാവശ്യം വിപ്പിംഗ് ക്രീമൊക്കെ ഇഷ്ടമുള്ളവർക്കും അത് അങ്ങനെ നല്ലോണം ഇത് വേണമെന്നുള്ളവർക്ക് നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് തന്നെ കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ വീണ്ടും വിപ്പിംഗ് ക്രീം വരുന്നത് കൊണ്ടാണ് ഒരു ലൈറ്റ് കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും വിപ്പിംഗ് ക്രീമിൽ തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ലൈറ്റ് കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ പോർഷൻസും ഇതേപോലെ തന്നെ കോഫി സിറപ്പിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് ചോക്ലേറ്റും വെച്ച് ഇതിൻ്റെ മുകളിലത്തെ പോർഷനും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റെഡ് കളറിലുള്ളൊരു കാറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ റെഡ് കളറിൽ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം അതൊരു നോസിൽ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നോസിലാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ബോർഡർ ലൈൻ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബോർഡർ ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. ടോപ്പെല്ലാം റെഡായിട്ട് ഫില്ല് ചെയ്യാം. അങ്ങനെ എല്ലാ സൈഡിലും കേക്കിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റെഡ് പോർഷൻസ് എല്ലാം ഏകദേശം ഫില്ലായി. ഇനി വൈറ്റ് കൊടുക്കേണ്ട പോർഷൻസ് മാത്രമാണ് പെൻഡിങ്. ഇനി നമുക്ക് കാറിന്റെ ടയർ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമുക്കൊരു അളവ് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയതിന്റെ ബാലൻസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ആ ടയറിന്റെ ഷേപ്പിൽ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇനി നമുക്ക് വൈറ്റ് പോർഷൻസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു നോസിൽ ടിപ്പ് എടുത്തിട്ട് വൈറ്റ് ഒരു പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം, വേറെ കളറൊന്നും ചേർക്കുന്നില്ല, വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വേറൊരു നോസിലോ സെയിം നോസിലോ ആവാം, അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇനി എന്തെങ്കിലും ചെറിയ ഡിസൈൻസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിലോ പേരെഴുതണമെങ്കിലോ ഉള്ള പരിപാടികൾ മാത്രമാണ്. ഞാനിവിടെ കൊച്ചിൻ്റെ 7th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ കൊച്ചിൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കാർ കേക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അവന് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കുന്നത് കാർ കേക്കാണെന്നുള്ളത്. അങ്ങനെ ഒരു ചെറുതായിട്ടുള്ള വലിയ കഴിവുകളൊന്നും വേണ്ട, ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് കാർ കേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കാണുമ്പോൾ അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇതോടൊപ്പം തന്നെ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഇത് കാണണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.